അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ മങ്കൂസ് മൗലൂദിൽ എന്താണ് പ്രതിപാദിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്ന പ്രകാശത്തെ, ചന്ദ്രനെ നമുക്ക് ഉദയം ചെയ്തു തന്ന, ഉദിപ്പിച്ചു തന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ മഹത്വമുള്ളവനാണ്. ആദ്യമായി കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചത് മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ, ഈ പരിശുദ്ധമായ മാസത്തിലാണ് ഹബീബായ തങ്ങളെ നമുക്ക് നൽകിയത്. ആ റസൂലുള്ളാഹി തങ്ങളെ നൽകിയതിൻ്റെ പേര് നമുക്ക് സന്തോഷിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സന്തോഷം പ്രകടിപ്പിക്കുക, ആ ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുക, ആ ഹബീബായ തങ്ങൾ ജീവിച്ച മാതൃക കാണിച്ച് മാലോകരുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് മൗലൂദ് കൊണ്ടും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളെ കൊണ്ടും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ ആര് തടയിട്ടാലും, ആര് ഏത് രൂപത്തിൽ എന്ത് ചെയ്താലും നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഉള്ള കാര്യമല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും വിലക്കപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ, ആ പഴം കഴിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് തന്നെ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ നടത്തിയിട്ടാണ് തൗബ സ്വീകരിച്ചത് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ പ്രളയത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഹബീബായ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നും കിതാബുകളിൽ കാണാം. മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ അകപ്പെട്ട ആ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങളോട് സഹായ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന അനുഗ്രഹം നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട മാസമാണ് ഈ റബീഉൽ അവ്വൽ മാസം. ആ മാസത്തിൽ നമ്മൾ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, സന്തോഷം പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.